പാപം ചെയ്തവനെ കല്ലെറിയുന്നത് ഒരു ഹോബിയായി മാറിയിരിക്കുകയാണ് ഇന്ന് പലർക്കും. ബൈബിളിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒരു കഥ പറയുന്നുണ്ട്. യേശുവിൻ്റെ മുമ്പിൽ വ്യഭിചാരിണിയായ ഒരു സ്ത്രീയെ ഹാജരാക്കപ്പെട്ടു. ബൈബിളിൻ്റെ പഴയ നിയമമനുസരിച്ച് വ്യഭിചാരികളെ എറിഞ്ഞു കൊല്ലുക എന്ന ശിക്ഷ നടപ്പാക്കണം എന്നതായിരുന്നു തടിച്ചുകൂടിയ മുഴുവൻ ആളുകളുടെയും ആവശ്യം. യേശു ആ സമൂഹത്തെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ വന്ന് ആദ്യം അവളെ കല്ലെറിയട്ടെ. ഇത് കേൾക്കേണ്ട താമസം ജനക്കൂട്ടത്തിൽ നിന്ന് പ്രായമുള്ളവരടക്കം ഓരോരുത്തർ പിന്മാറാൻ തുടങ്ങി. അവസാനം യേശുവും ആ സ്ത്രീയും തനിച്ചായി. യേശു ആ സ്ത്രീയോട് ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് ഉപദേശം നൽകി വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊള്ളാൻ പറഞ്ഞു. ഇത് തന്നെയാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. മാഇസ് ബിൻ മാലിക് എന്ന സ്വഹാബി റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കൽ വന്ന്, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ വ്യഭിചരിച്ചു പോയി, എൻ്റെ മേൽ ശിക്ഷ നടപ്പാക്കണമെന്ന് പറഞ്ഞപ്പോൾ കേട്ട ഭാവം പോലും നടിക്കാതെ അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ നിന്ന് മാറി നടന്നു. രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും നാലാമത്തെ ദിവസവും മാഇസ് വന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ഭരണാധികാരിയായ പ്രവാചകൻ ശിക്ഷ നടപ്പാക്കാൻ നിർബന്ധിതനായി. പക്ഷേ ശിക്ഷ നടപ്പാക്കിയതിൻ്റെ ശേഷവും കല്ലെറിഞ്ഞ സ്വഹാബികളെ വിളിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, ഓടിയ മാഇസിനെ നിങ്ങൾക്ക് വെറുതെ വിട്ടുകൂടായിരുന്നോ എന്നതാണ്. ഇത് തന്നെയാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്, എല്ലാ പ്രവാചകന്മാരും കാണിച്ചു തന്നത്. ശ്രീകൃഷ്ണൻ ഒരിക്കൽ യുധിഷ്ഠിരനെ വിളിച്ച് ഈ ലോകത്തിലെ ഏറ്റവും മോശമായ ഒരാളെ കണ്ടെത്താൻ പറഞ്ഞു. ലോകം മുഴുവനും ചുറ്റി നടന്ന യുധിഷ്ഠിരൻ അവസാനം ശ്രീകൃഷ്ണന്റെ മുമ്പിൽ വന്ന് പറഞ്ഞു, എന്നെക്കാൾ മോശമായ ഒരാളെയും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ശ്രീകൃഷ്ണൻ ദുര്യോധനെ വിളിച്ച് ഈ ലോകത്തെ ഏറ്റവും നല്ല ഒരാളെ കണ്ടെത്താൻ പറഞ്ഞപ്പോൾ ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ച ദുര്യോധനൻ ശ്രീകൃഷ്ണന്റെ മുമ്പിൽ വന്ന് പറഞ്ഞത്, എന്നെക്കാൾ നല്ല ഒരാളെ ഈ ലോകത്ത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ്. നമ്മിൽ പലരും മറ്റുള്ളവരെ കാണുന്നത് ദുര്യോധനന്റെ കണ്ണുകൊണ്ടാണ്. പകരം മഹാഭാരതത്തിൽ പറഞ്ഞ യുധിഷ്ഠിരന്റെ കണ്ണുകൊണ്ട് ആളുകളെ കാണാൻ ശ്രമിക്കുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്.